മലയാള സിനിമയിലെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. സിദ്ദിഖും മോഹൻലാലും ബാബുരാജും ഉൾപ്പെടെ മുതിർന്ന തലമുറയിൽപ്പെട്ട ഭാരവാഹികൾ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. മുകേഷ്, ഗണേഷ് കുമാർ തുടങ്ങിയ പഴയ ഭാരവാഹികൾ ഇപ്പോൾ നേതൃത്വത്തിൽ സജീവമല്ല. ഇനി എന്തെന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ടെങ്കിലും ആഷിഖ് അബു പറഞ്ഞതുപോലെ സിനിമയ്ക്ക് ആരും അനിവാര്യമല്ല. ഒരാൾ പോയാൽ മറ്റൊരാൾ വരും. നിത്യഹരിത നായകൻ പ്രേം നസീറും ആക്ഷൻ കിങ് ജയനും പോയപ്പോൾ അതിനേക്കാൾ മികവുറ്റവർ വന്നു. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ മുൻപോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. താരസംഘടനയുടെ കാര്യവും വ്യത്യസ്തമല്ല. മികച്ച രീതിയിൽ സംഘടനയെ നയിക്കാൻ കെൽപ്പുള്ളവർ 500ഓളം അംഗങ്ങളുള്ള ഈ കൂട്ടായ്മയിലുണ്ട്. അവരിൽ സംഘടനയുടെ ദൈനംദിന ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥനായ ജനറൽ സെക്രട്ടറി പദം ആർക്കെന്ന ചോദ്യത്തിനാണ് മുൻതൂക്കം. ജഗദീഷ് ഈ സ്ഥാനത്തിന് അർഹനാണെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. സ്ത്രീകളായ സഹപ്രവർത്തകർ അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ജഗദീഷിന്റെ നിഷ്പക്ഷതയും വിവിധ വിഷയങ്ങൾ അദ്ദേഹം കൈക്കൊണ്ട പക്വമായ സമീപനങ്ങളും അദ്ദേഹത്തിന് ഗുണകരമാവുന്നുണ്ട്. ഏതെങ്കിലും പക്ഷത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളല്ല ജഗദീഷ് എന്നതും നീതിയുടെ ഭാഗത്തു നിന്ന് പ്രതികരിക്കുന്ന സമീപനവും അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റുകളിൽ പരിഗണിക്കപ്പെടുന്നു. ജഗദീഷിനൊപ്പം ഉർവശിയുടെ പേരും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉന്നയിക്കുന്നവരുണ്ട്. സ്ത്രീ പ്രാതിനിധ്യം എന്നതും ഇന്നേ വരെ അമ്മയുടെ സമുന്നത പദവികളിൽ ഒരു വനിതാ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നതും ഉർവശിയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അന്യഭാഷകളിൽ ഏറെ തിരക്കുള്ള ചെന്നൈയിൽ സ്ഥിരതാമസക്കാരിയായ ഉർവശിക്ക് എത്രത്തോളം ഫലപ്രദമായി ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാനാവുമെന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്തായാലും കൂടുതൽ സാധ്യത രണ്ടിൽ ഒരാൾക്കാണെന്ന് പറയപ്പെടുന്നു. എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ ജഗദീഷ് തന്നെ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്നും പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അതേസമയം മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായ വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിട്ട രേവതി, പത്മപ്രിയ എന്നിവരെ ഈ പദവികളിലേക്ക് പരിഗണിക്കാവുന്നതാണെന്ന് ശ്വേത മേനോൻ അഭിപ്രായപ്പെടുന്നു. ശ്വേതയുടെ വാദഗതിയോട് യോജിക്കുന്ന വേറെയും അംഗങ്ങളുണ്ട്. WCCയും അമ്മയും പരസ്പരം അകന്ന് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കാതെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അമ്മയുടെ സ്ത്രീവിരുദ്ധത എന്ന ആരോപണത്തിനും പ്രതിച്ഛായയ്ക്കും അറുതി വരുത്തണമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പാർവതി തിരുവോത്തിന്റെ പേരാണ് ഇവരിൽ ചിലർ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർത്തുന്നത്. സംഘടനയ്ക്ക് ഒരു പുതിയ മുഖവും പ്രതിച്ഛായയും ലഭിക്കാൻ ഈ നീക്കം കാരണമാവുമെന്നും ഈ കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ ഉർവശിയെ പോലെ തന്നെ അന്യഭാഷകളിലും അഭിനയിക്കുന്ന ഏറെ തിരക്കുള്ള പാർവതി ഈ ചുമതല ഏറ്റെടുക്കുമോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ശ്വേത മേനോനെ ഈ സ്ഥാനത്തേക്ക് വന്നുകൂടാ എന്നും ചോദിക്കുന്നവരുമുണ്ട്. നിലവിൽ വലിയ തിരക്കുകളില്ലാത്ത ശ്വേതയ്ക്ക് സംഘടനാ പ്രവർത്തനത്തിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്നും ശ്വേതയെ പിന്തുണയ്ക്കുന്നവരും വാദിക്കുന്നു. രണ്ട് കാരണങ്ങളാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, പുതിയ കാലത്തെ അറിയുന്ന പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന യുവതലമുറയുടെ പ്രതിനിധിയായ ഒരാൾ തലപ്പത്ത് വരുന്നത് സംഘടനയ്ക്ക് ഒരു പുതിയ മുഖം നൽകും. അനീതിക്കെതിരെ പോരാടുന്ന ധാർമ്മികതയെ മുറുകെ പിടിക്കുന്ന വ്യക്തി എന്ന പ്രതിച്ഛായയും പൃഥ്വിക്കുണ്ട്. എന്നാൽ നടൻ, നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നീ നിലകളിലെല്ലാം ഏറെ തിരക്കുള്ള പൃഥ്വി ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. എന്നാൽ അമ്മയിൽ തെറ്റുകൾ സംഭവിച്ചുവെന്നും ഒരു ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണെന്നും കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. വ്യക്തിപരമായ സ്ഥാനലബ്ധിയേക്കാൾ പ്രധാനമായി പൃഥ്വിരാജ് ഉയർത്തുന്ന വാദം മറ്റൊന്നാണ്. എന്തുകൊണ്ട് ഒരു വനിത സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്നുകൂടാ? അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഉർവശി, രേവതി, ശോഭന, പാർവതി തിരുവോത്ത് എന്നീ പേരുകളൊക്കെ പരിഗണിക്കപ്പെട്ടേക്കാം. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ മൗനം പാലിക്കുകയാണ് മുതിർന്ന അംഗമായ മമ്മൂട്ടി. നിലവിൽ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമല്ല എന്ന വാദം പറഞ്ഞ് ഒഴിയാമെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം മുൻപോട്ട് വരുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും 3 മാസത്തിനുള്ളിൽ പൊതുയോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നാണ് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. നിലപാടുകളിൽ വിഭിന്നതയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കൂടി സ്വീകാര്യനായ പൃഥ്വിരാജ് അധ്യക്ഷ സ്ഥാനത്ത് വന്നേക്കാമെന്ന വിലയിരുത്തലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിവർക്കും പിന്തുണയുണ്ട്. ഉന്നത നേതൃത്വത്തിൽ പ്രധാനമായും യുവാക്കൾ വരുന്നത് സംഘടനയ്ക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു കിട്ടാൻ ഉപകരിക്കുമെന്നും അത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വാദിക്കുന്നവരുണ്ട്. തമിഴിൽ താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് യുവനടൻ വിശാലാണെന്നത് ഇവരുടെ വാദത്തിന് ആക്കം കൂട്ടുന്നു. മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വനിതകളെ നിലനിർത്തണമെന്നും ആവശ്യമുണ്ട്. അനന്യ, സരയു, ജോമോൾ, അൻസിബ എന്നിവരായിരുന്നു പിരിച്ചുവിട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതകൾ. അതേസമയം 2 മാസത്തിനകം പൊതുതിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ടപ്പോൾ മോഹൻലാൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത്.